നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് നാടൊരുങ്ങി. പിന്നിട്ടത് നിശബ്ദ പ്രചരണത്തിന്റെ പകൽ. രാവിലെ 6-ന് മോക്ക് പോളിന് ശേഷം വോട്ടെടുപ്പ് തുടങ്ങും. വിധിയെഴുത്ത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. ഭാരതപ്പുഴ വറ്റിയതോടെ പമ്പിംഗ് പ്രതിസന്ധി മൂലം താളം തെറ്റി കുടിവെള്ള പദ്ധതികൾ. ഷൊർണൂർ തടയണയിൽ ജലലഭ്യത കുറഞ്ഞതോടെ നഗരസഭാ പരിധിയിലും വാണിയംകുളം പഞ്ചായത്തിലും ജലവിതരണത്തിൽ നിയന്ത്രണം. പറമ്പിക്കുളം ആളിയാർ ഡാമുകളിൽ നിന്ന് വെള്ളമെത്തിയതോടെ ഞാവളിൻ കടവിൽ നിന്നുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. ഭാരതപ്പുഴയിലെ മറ്റ് തടയണകളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നത് ആശങ്കയാകുന്നു. പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വേനൽ മഴ അനിവാര്യം. മദ്യനയത്തിൽ വെള്ളം ചേർത്ത സംസ്ഥാന സർക്കാരിനെതിരെ തിരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്ന് മദ്യനിരോധന സമിതി. കേരളത്തെ മദ്യശാലയാക്കുന്ന നയത്തിനെതിരെ വലിയ ജനരോഷമുണ്ടാകും. പാലക്കാട്ട് മദ്യനിരോധന സമിതി പ്രവർത്തക യോഗം. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമം. പൂരത്തിനിടെ വിദേശ വനിതയെ പാലക്കാട് സ്വദേശി ചുംബിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യം പുറത്തുവന്നു. ദുരനുഭവമുണ്ടായത് ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമെന്ന് വീഡിയോ ചെയ്ത വ്ലോഗർക്ക്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പത്തിരിപ്പാല മേഖലയിലെ കനാലുകളിൽ മാലിന്യം കുന്നുകൂടുന്നു. മാലിന്യ തൊട്ടിയായി നഗരപ്പുറം ബൈപ്പാസ് കനാൽ. അധികൃതരുടെ അശ്രദ്ധ മലിനീകരണം രൂക്ഷമാക്കാൻ കാരണമായെന്ന് പരാതി. കിള്ളിക്കാവുകളിൽ വർണ്ണപ്പൂരം. കണ്ണിനും കാതിനും ഇമ്പം പകർന്ന് ഉത്സവ പകൽ. കണ്ണിയംപുറം മനശ്ശേരി പുലാച്ചിത്ര കിള്ളിക്കാവുകളിലെ പൂരാഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് നാടൊരുങ്ങി. കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. പ്രചരണ കൊട്ടിക്കലാശത്തിനു ശേഷം നിശബ്ദ പ്രചരണത്തിന്റെ പകൽ പിന്നിടുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ. വോട്ടുത്സവത്തിനായി പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമായി കഴിഞ്ഞു. മുൻകാലങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയാണ് മിക്ക നിയോജക മണ്ഡലങ്ങളിലും. പ്രചരണ രംഗത്ത് LDFും UDFും NDAയും ഒപ്പത്തിനൊപ്പം മത്സരിച്ച പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഇത് പ്രകടവുമാണ്. കൊടുങ്കാറ്റുപോലെ കൊട്ടിക്കലാശിച്ച പരസ്യപ്രചരണത്തിന് ശേഷം നിശബ്ദമായി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലായിരുന്നു വ്യാഴാഴ്ച വിവിധ മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. പോളിംഗ് പൂർത്തിയാകും വരെ ആർക്കും വിശ്രമമില്ല. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിച്ചിരുന്നു. ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അതത് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കഴിഞ്ഞു. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് മണ്ഡലം പൂർണ്ണമായും ആലത്തൂർ ഭാഗികമായും പൊന്നാനി മണ്ഡലത്തിലെ തൃത്താലയും ഉൾപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ സുഗമമാക്കുന്നതിനുള്ള എല്ലാ നടപടികളുമായെന്ന് ജില്ലാ വരണാധികാരി അറിയിച്ചു. 2110 ബൂത്തുകളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ഇതിൽ 128 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. സുരക്ഷയ്ക്കും ക്രമസമാധാന പരിപാലനത്തിനുമായി 3000-ലേറെ പോലീസുകാർ ജില്ലയിൽ സേവനമനുഷ്ഠിക്കും. രാവിലെ 6 മണിക്ക് തെരഞ്ഞെടുപ്പ് ഏജന്റ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മോക്ക് പോൾ ആരംഭിക്കും. തുടർന്നാണ് വോട്ടെടുപ്പ്. 23,15,990 വോട്ടർമാരാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ഇതിൽ 45,000-ലേറെ പേർ കന്നി വോട്ടർമാരാണ്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. ജില്ലയിൽ 12 നിയോജക മണ്ഡലങ്ങളിലായി 10,152 ഉദ്യോഗസ്ഥർ പോളിംഗ് ഡ്യൂട്ടിയിലുണ്ട്. വൈകിട്ട് 6-ന് പോളിംഗ് സമയം പൂർത്തിയാകും വരെ പോളിംഗ് സ്റ്റേഷനകത്ത് പ്രവേശിച്ചവർക്കെല്ലാം വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പിയിൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. പട്ടാമ്പി താലൂക്കിലെ പട്ടാമ്പി, തൃത്താല എന്നീ മണ്ഡലങ്ങളിലെ 321 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയത്. 18 കൗണ്ടറുകളിലായാണ് വിതരണം. പട്ടാമ്പി, തൃത്താല റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അക്കാദമിക് ബ്ലോക്കിലും സയൻസ് ബ്ലോക്കിലും സജ്ജമാക്കിയ 18 വീതം കൗണ്ടറുകളിൽ വഴിയാണ് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം നടന്നത്. രാവിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്തു. 10 മണിയോടെ കൗണ്ടറിലെത്തിയ ശേഷം വിതരണം ആരംഭിച്ചു. പട്ടാമ്പി ARO ഡെപ്യൂട്ടി കളക്ടർ KS സച്ചിൻ, തൃത്താല ARO ഉഷ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് യാത്രാ, ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായി ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ KS പറഞ്ഞു. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് 26-ാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലെയും ഉദ്യോഗസ്ഥർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വളരെ സുഗമമായിട്ട് വലിയ രീതിയിലുള്ള
പ്രവർത്തനങ്ങളുടെ സജ്ജീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സൗജന്യമായിട്ടുള്ള ഭക്ഷണം, ഫാന്, ലൈറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരവരുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരാനുള്ള വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി താലൂക്കിലെ തൃത്താല, പട്ടാമ്പി എന്നീ നിയോജകമണ്ഡലങ്ങളിലേക്കുള്ള ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. 321 പോളിംഗ് ബൂത്തിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൈപ്പറ്റി. പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ബൂത്തുകൾ കൂടിയതിനാൽ വിതരണത്തിന് കൂടുതൽ സമയം വേണ്ടിവന്നു. ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ വാഹന സൗകര്യവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. ചേലക്കര മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും തൃശൂർ സർവേ ലാൻഡ് റെക്കോർഡ്സ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ MA ആശയുടെ നേതൃത്വത്തിൽ 177ഓളം പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികളാണ് വിതരണം ചെയ്തത്. പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട 840 ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും വിതരണവേളയിൽ സന്നിഹിതരായിരുന്നു. വിതരണത്തിനു ശേഷം അവരവർക്ക് അനുവദിച്ച വാഹനങ്ങളിൽ ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികളുമായി ഓരോ ബൂത്തുകളിലേക്കും പോയി. ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം വോട്ടിംഗ് സാമഗ്രികൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി പരിശോധന നടത്തിയ ശേഷം വിക്ടോറിയ കോളേജിലെത്തിക്കും. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ വിക്ടോറിയ കോളേജിലായിരിക്കും ഇലക്ഷൻ സാമഗ്രികൾ സൂക്ഷിക്കുകയെന്ന് ചേലക്കര മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ MA ആശ പറഞ്ഞു. 061 ചേലക്കരയുടെ ഡിസ്ട്രിബ്യൂഷനാണ് ചെറുതുരുത്തി ഗവൺമെൻറ് സ്കൂളിൽ നടക്കുന്നത്. 8 മണിയോടുകൂടി സ്ട്രോങ് റൂം തുറക്കുകയും 177 ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ 11 മണിയോടുകൂടി ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൈപ്പറ്റി അവരവരുടെ വണ്ടികളിലായിട്ട് അതാത് ബൂത്തുകളിലേക്ക് പോകുന്നതിനുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് രാവിലെ മോക്കോളോടുകൂടി തന്നെ ഇലക്ഷൻ ജോലികൾ ആരംഭിക്കും. 6 മണിയോടുകൂടി അവസാനിച്ച് ചെറുതുരുത്തി ഹൈസ്കൂളിൽ റിസീവ് ചെയ്ത് പാലക്കാടേക്ക് കൗണ്ടിംഗ് സെന്ററിലേക്ക് ഇതിനെ കൊണ്ടുപോകും. തലപ്പള്ളി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ CC ജോയ്, ഹെഡ് ക്ലർക്ക് സിജി, റീസർവേ ക്രാഫ്റ്റ്മാൻ A ഷിനോജ്, തലപ്പള്ളി താലൂക്ക് ഭൂരേഖ തഹസിൽദാർ PG നാരായണൻകുട്ടി, ഡെപ്യൂട്ടി തഹസിൽദാർ ലിജോ ജോസ്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് PV അനിൽകുമാർ, AEO VM ബുഷറ, ഷീന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ മണ്ഡലം മാറ്റി BJP വോട്ട് ചേർത്തതായി പരാതി. LDFന് പിറകെ UDFും ഇതു സംബന്ധിച്ച് പരാതി നൽകി. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ജില്ലയ്ക്ക് പുറത്ത് താമസിക്കുന്നവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന് TN പ്രതാപൻ ആരോപിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതായും UDF ചൂണ്ടിക്കാട്ടി. വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തിയാൽ രാഷ്ട്രീയമായും നിയമപരമായും തടയുമെന്ന് TN പ്രതാപൻ വ്യക്തമാക്കി. നടപടിയെടുക്കാമെന്ന് ജില്ലാ കളക്ടർ ശക്തമായ നടപടിയെടുക്കാമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിൽ ഫോളോഅപ്പ് തുടരുകയാണ്. മാത്രമല്ല തൃശ്ശൂർ നഗരത്തിലെ ഫ്ലാറ്റിൽ മാത്രമല്ല വേറെ പല സ്ഥലത്തും BJP കള്ളോട്ട് പണം ചെലവഴിച്ച് BLOമാർ കയ്യിലെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. വ്യാജ വോട്ടർമാരുടെ പേരുകൾ ഞങ്ങൾ ഇന്ന് രാത്രിയും നാളെ കാലത്തുമായി പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുക്കും. അവർ വോട്ട് ചെയ്യാൻ വന്നാൽ അവരെ തടയാൻ ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മദ്യനയത്തിൽ വെള്ളം ചേർത്ത ഇടതു സർക്കാരിനെതിരെ തിരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്ന് മദ്യനിരോധന സമിതി പ്രവർത്തക യോഗം. പാലക്കാട്ട് ചേർന്ന പ്രവർത്തക യോഗം ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. അതിന് പിണറായി സർക്കാർ പറഞ്ഞ ന്യായീകരണം, ഇവിടെ മദ്യശാലകൾ അടച്ചുപൂട്ടിയപ്പോൾ ഇവിടെ വ്യാജമദ്യം ഒഴുകിയുണ്ടായി. ഇവിടെ വന്നിട്ട് വെസ്പറസും മാൻഡ്രക്സും അബീനും കഞ്ചാവും മയക്കുമരുന്നുകളും വിപുലമായി ജനങ്ങളുടെ ഇടയിൽ അതിന്റെ ദൂഷിത ഫലമാണ് വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മദ്യശാലകൾ തുറന്നാൽ മയക്കുമരുന്നില്ലാത്ത അവസ്ഥ കൊണ്ടുവരാമെന്ന ന്യായം പറഞ്ഞിട്ടാണ് മദ്യശാലകൾ തുറന്നത്. ഇപ്പോഴെന്തായെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളും സ്ത്രീകളും കുട്ടികളും അടക്കം മദ്യശാലകൾ തുറന്നതിന്റെ ഫലമായിട്ട് എല്ലാവരും മദ്യപിക്കുകയും ചെയ്യുന്നു. എനിക്കൊരു ചെറിയ ഉദാഹരണം ഈ സമയത്ത് ഓർമ്മയിൽ വരികയാണ്. ഞാൻ സർക്കാർ സർവീസിലേക്ക്, ഞാൻ പുതുപ്പരാറും പഞ്ചായത്തിലെ ജീവനക്കാരനായിരിക്കെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശ്രീധരൻ പറഞ്ഞിട്ട്. അയാൾ വന്നിട്ട് ഭയങ്കര ചെയിൻ സ്മോക്കറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾ ബാറുകളല്ല സ്കൂളുകളാണ് തുറക്കുക എന്നാണ് LDF പറഞ്ഞത്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് പുതുതായി 785 ബാറുകൾ തുറന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 29 ബാറുകളുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 814 ബാറുകളുണ്ട്. കൂടാതെ ബിവറേജസിന്റെ 309 മദ്യക്കടകളും 5170 കള്ളുഷാപ്പുകളും വിദേശ മദ്യം വിളമ്പുന്ന നിരവധി ക്ലബ്ബുകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജില്ലാ പ്രവർത്തക യോഗം ചൂണ്ടിക്കാട്ടി.
ബിവറേജസിന്റെ പുതുതായി 230 വിൽപ്പനശാലകളും 300 ബാറുകളും തുറക്കാനും വീര്യം കുറഞ്ഞ മദ്യം വിളമ്പാനും അണിയറയിൽ നീക്കം നടക്കുന്നുണ്ട്. ടൂറിസത്തിന്റെ പേരും പറഞ്ഞ് നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്നവരെ ജനം തിരിച്ചറിയണമെന്നും അതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മദ്യനിരോധന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എം അഖിലേഷ് കുമാർ കൊട്ടേക്കാട്, സംസ്ഥാന സമിതി അംഗം മാണി പറമ്പേത്ത്, എം.എസ്. അബ്ദുൽ ഖുദ്ദൂസ്, പി.ബി. ശ്രീകുമാർ, സന്തോഷ് മലമ്പുഴ, റൈമണ്ട് ആന്റണി, ആർ. രാമകൃഷ്ണൻ, എ. ശശി, എസ്. ശശീന്ദ്രൻ നായർ, എസ്. രാധാകൃഷ്ണൻ, എസ്. ഇബ്രാഹിം, ഇ.എ. ശ്രീധരൻ, സുലൈമാൻ, എ. സറീന, എം. സലീന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനത്തെ അനുഗമിച്ചിരുന്ന വാഹനത്തിൽ നിന്നും ആയുധശേഖരം കണ്ടെത്തിയ സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സമഗ്ര അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഈ സംഭവം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് UDFന്റെ ആരോപണത്തിന് മറുപടിയുമായി കെ രാധാകൃഷ്ണൻ. CPMന്റെ ഇത്തരം പ്രവൃത്തികൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും വാഹനങ്ങളിൽ എത്തിച്ച പണിയായുധങ്ങളെന്നവർ പറയുന്നത് എന്തു പണിക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് CPM വ്യക്തമാക്കണമെന്നും ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ സമഗ്ര അന്വേഷണം ഉണ്ടാവണമെന്നും വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ചേലക്കര നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായ PA ഷനവാസ് പറഞ്ഞു. ഈ സംഭവം വളരെയധികം നിരാശാജനകവും ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ട, ജനാധിപത്യ രീതിയിൽ പങ്കെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള CPM അവരുടെ ഏറ്റവും വലിയ പ്രാധാന്യം നിറഞ്ഞ കെ രാധാകൃഷ്ണനെ മത്സരിക്കുന്ന സ്ഥലത്ത് ആ പ്രചരണ വാഹനത്തെ അനുഗമിക്കുന്ന വണ്ടിയിൽ നിന്നും വളരെ വലിയ ഒരു ആയുധശേഖരം പുറത്തേക്കിടുകയും അത് സൂക്ഷിപ്പിച്ച് വളരെ കൃത്യമായിട്ട് എടുത്തു വയ്ക്കുകയും തിരിച്ച് അത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടേക്കാണ് CPM പോകുന്നത് എന്നുള്ള കാര്യം പൊതുജനം ചിന്തിക്കണം. ഇത് പൊതുജനത്തിനോട് നടത്തുന്ന വലിയ വെല്ലുവിളിയാണ്. വാർത്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വിവാദമാണ് ഇപ്പോഴത്തെ ആയുധങ്ങളുടെ വിവാദമെന്നും പ്രചാരണ വാഹനത്തിൽ എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിലവിൽ പ്രചാരണ ബോർഡുകൾ കെട്ടി മടങ്ങുന്നതിനിടെ വണ്ടിയിൽ കയറ്റി വന്ന പണിയായുധങ്ങൾ വാങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്തതെന്നും കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന UDFന് ജനം തിരഞ്ഞെടുപ്പ് ബാലറ്റിലൂടെ മറുപടി പറയുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വളരെ ജാഗ്രത കാണിക്കണമെന്ന് പാർട്ടി ഒക്കെ തീരുമാനിച്ചു. കാരണം എന്ത് പ്രകോപനം ഉണ്ടാക്കാനും സാധ്യത. പ്രകോപനത്തിലൂടെയാണ് എതിരാളികൾ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയും. സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് അവർ തയ്യാറാകും. അവർ കുപ്രചരണങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവം ഉണ്ടായാലും നമ്മൾ ആത്മസംയമനം പാലിക്കണം. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവമുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളങ്ങനെ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ഒരു കാരണവശാലും നമ്മൾ പ്രതികരിക്കേണ്ടതല്ല, സംയമനം പാലിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമം. പൂരത്തിനിടെ വിദേശ വനിതയെ പാലക്കാട് സ്വദേശി ചുംബിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യം പുറത്തുവന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലെ വിവിധയിടങ്ങൾ സന്ദർശിച്ച് വീഡിയോ ചിത്രീകരിക്കുന്ന ദമ്പതിമാരിലെ യുവതിക്ക് നേരെയാണ് തൃശൂർ പൂരത്തിനിടെ അതിക്രമമുണ്ടായത്. പൂരവിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ ബലമായി ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു. We had a wonderful time at Trishur Puram, but there was also some questionable moments. Like when I was interviewing this guy, this happened. Nice to meet you. Nice to meet you. Can you give me a please? No. പിന്നീട് തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ച് വിദേശ വനിത തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തു. For me as a man, that would make me feel powerless and helpless and that I've failed at protecting my loved ones. So I'm sending out all of my love and prayers. It shouldn't be a reflection of all of India. We're in Kerala right now where we feel so safe. To be honest, this is the most safe I felt, and we've traveled a lot of places. So we're thankful to be in Kerala. We're thankful for all the support that we're getting from Keralites, and we're happy to be here. ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന തരത്തിൽ വീഡിയോ ചെയ്ത വ്ളോഗർമാർക്കാണ് ഇപ്പോൾ ദുരനുഭവമുണ്ടായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. താളം തെറ്റി സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതികൾ. ഭാരതപ്പുഴയിൽ ജലലഭ്യത കുറഞ്ഞതോടുകൂടി ജലവിതരണം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഷൊർണൂരിലും പ്രതിസന്ധി രൂക്ഷമായി കഴിഞ്ഞു. നഗരസഭാ പരിധിയിലും വാണിയംകുളം പഞ്ചായത്തിലും ജലവിതരണത്തിൽ കടുത്ത നിയന്ത്രണമുണ്ട്. പമ്പിംഗ് പ്രതിസന്ധി മൂലം ഭാരതപ്പുഴയിലെ ജലവിതരണ പദ്ധതികളുടെ താളം തെറ്റിയ അവസ്ഥയാണ്.
ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയിൽ ജലലഭ്യത നന്നേ കുറഞ്ഞു. നഗരസഭാ പരിധിയിലും വാണിയംകുളം പഞ്ചായത്തിലും ജലവിതരണത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമാണ്. നിലവിൽ തുടർച്ചയായ 2 ദിവസം ഷൊർണൂർ നഗരസഭാ പരിധിയിലും അടുത്ത ദിവസം വാണിയംകുളം പഞ്ചായത്ത് പരിധിയിലും എന്ന നിലയിലാണ് ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം. ഒരു മോട്ടോർ മാത്രം ഉപയോഗിച്ചാണ് പമ്പിംഗ്. നേരത്തെ 2 മോട്ടോറുകൾ 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്നു. ജലലഭ്യത കുത്തനെ കുറഞ്ഞതോടെ പമ്പിംഗ് പ്രതിസന്ധിയിലായതാണ് നിയന്ത്രണത്തിലേക്ക് നയിച്ചത്. വാണിയംകുളം ചളവറ പഞ്ചായത്തുകളിലേക്ക് ദിവസവും ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിക്കുന്നതും ഷൊർണൂരിൽ നിന്നാണ്. അതേസമയം ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുപോകുന്നതിന് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. ചാലെടുത്തും മറ്റും പുഴയിലെ കിണറിൽ വെള്ളം എത്തിച്ച് പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമവും ജല അതോറിറ്റി ആരംഭിച്ചിട്ടുണ്ട്. വേനൽ കനത്തതോടെ ഭാരതപ്പുഴയിലെ മിക്ക തടയണകളിലും ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്ന സാഹചര്യമാണ്. പുഴയിൽ ഒഴുക്ക് പൂർണ്ണമായും മുറിഞ്ഞ അവസ്ഥയുമുണ്ട്. ഒട്ടേറെ ജലവിതരണ പദ്ധതികളുടെ സ്രോതസ്സായ ഭാരതപ്പുഴയിൽ ഇത്രമേൽ വെള്ളം കുറഞ്ഞ സാഹചര്യം അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. കാലതാമസം കൂടാതെ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. മഴ വൈകിയാൽ ഡാമുകളിൽ നിന്ന് വെള്ളം പുഴയിലേക്ക് തുറക്കേണ്ടി വരും. ഡാമുകളിലെ ജലലഭ്യത കൂടി പരിഗണിച്ചാകും ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകുക. ഡാമുകൾ തുറന്നാലും പറളി, ഞാവളിൻകടവ്, ലക്കിടി, മീറ്റ്ന തടയണകൾ പിന്നിട്ട് ഷൊർണൂരിൽ വെള്ളമെത്താനും താമസമെടുക്കും. വേനൽ മഴയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ നാട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരതപ്പുഴയിലെ ഞാവളംകടവ് തടയണയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് പമ്പിംഗ് നിർത്തിവച്ചിരുന്ന പെരിങ്ങോട്ടുകുറിശി മണിമല കുടിവെള്ള പദ്ധതിയിൽ നിന്നുമുള്ള ജലവിതരണം പുനഃസ്ഥാപിച്ചു. ആളിയാർ, പറമ്പിക്കുളം ഡാമുകളിൽ നിന്നും വെള്ളമെത്തിയതോടെയാണ് കുടിവെള്ള വിതരണം പൂർണ്ണതോതിൽ ആരംഭിച്ചത്. ഇതോടെ മങ്കര, മണ്ണൂർ, ലക്കിടിപ്പേരൂർ, പെരിങ്ങോട്ടുകുറിശി എന്നീ പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പുനരാരംഭിച്ചു. തടയണയിൽ വെള്ളം 2 അടി ഉയരത്തിൽ മാത്രമാണെങ്കിലും ഇനി 2 ആഴ്ചയോളം പമ്പിംഗ് നടത്താനുള്ള വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഭാരതപ്പുഴ വരണ്ടു കിടക്കുന്നതിനാൽ ഡാം തുറന്ന് ആഴ്ചകൾ കഴിഞ്ഞാണ് വെള്ളം ഞാവളിൻകടവ് തടയണയിലെത്തിയത്. ഇനി മഴ കനിഞ്ഞില്ലെങ്കിൽ തടയണ വീണ്ടും വറ്റി വരളാനാണ് സാധ്യത. ഇതോടെ 4 പഞ്ചായത്തുകളിലേക്ക് ജലവിതരണം മുടങ്ങാനും സാധ്യതയുണ്ട്. പുഴയിൽ വെള്ളം ഒഴുകിയെത്തിയതോടെ ഏറെ ആശ്വാസത്തിലാണ് ഗ്രാമപഞ്ചായത്തുകൾ. നിലവിൽ വിവിധ പഞ്ചായത്തുകളിൽ ജലക്ഷാമം രൂക്ഷമാണ്. പുഴയിലെ വെള്ളം ആശ്രയിച്ചു കഴിയുന്ന മിക്ക കൃഷികളും ഉണങ്ങി നശിച്ചു. കുളങ്ങളിലെയും കിണറുകളിലെയും വെള്ളവും വറ്റി. ഷട്ടർ സ്ഥാപിക്കാത്ത കണ്ണങ്കടവ് തടയണയുടെ ഷട്ടർ സ്ഥാപിക്കുകയും സത്രംകടവ് തടയണയുടെ ദ്രവിച്ച ഷട്ടർ മാറ്റി സ്ഥാപിക്കുകയും ചെയ്താലേ ജലക്ഷാമത്തിന് ഇനിയെങ്കിലും പരിഹാരമാകുകയുള്ളൂ. ഈ വിഷയത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മാസക്കണക്കായിട്ട് കുടിവെള്ള പദ്ധതി മുടങ്ങി കിടക്കുകയാണ്. വലിയ കുടിവെള്ള പദ്ധതിയൊക്കെ മുടങ്ങുകയാണ്. ചെറിയ പദ്ധതികൾ കുറച്ച് വെള്ളം ഇടയ്ക്ക് വരും, ഇടയ്ക്ക് നിന്നു. മെയിൻ പദ്ധതിയൊക്കെ നിർത്തി. പക്ഷെ ഇന്നലെയാണ് ആളിയാറിലെ വെള്ളം ചെക്ക് ഡാമിൽ എത്തിയത്. ഇന്നലെ മുതൽ കുടിവെള്ളം പുനഃസ്ഥാപിച്ചു. പക്ഷെ അത് അധിക കാലമൊന്നും ഉണ്ടായില്ല. ഒരു 15 ദിവസം മാക്സിമം ഉണ്ടാവും. ഇനി പിന്നെ താളം തെറ്റും. മഴ തന്നെയാണ് ആശയം. പിന്നെ മേലെയുള്ള തടാനകളിൽ ഷട്ടർ ഇടുക, അതിൽ സോർട്ട് ചെയ്യുക എന്നുള്ളൊരു മാത്രം പോകുമ്പോൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കിള്ളിക്കാവുകളിൽ വർണ്ണപ്പൂരം. കണ്ണിയമ്പുറം, മനശ്ശേരി, പുലാച്ചിത്ര കിള്ളിക്കാവുകളിൽ ആയിരങ്ങളാണ് പൂരാഘോഷത്തിൽ പങ്കെടുത്തത്. വിസ്മയ കാഴ്ചകളുടെ ചെപ്പുതുറന്ന പകൽപൂരം വേനൽ ചൂടിനുമേൽ ആവേശക്കുട ചൂടി. കിള്ളിക്കാവുകളിൽ ഉത്സവ പ്രതാപത്തിന്റെ പകലാണ് പിന്നിട്ടത്. പ്രമുഖ ഗജനിരയും വാദ്യഘോഷങ്ങളും ഇണക്കാളകളും അനുഷ്ഠാന കലാരൂപങ്ങളുടെ ചടുല നൃത്തവും എണ്ണമറ്റ കലാരൂപങ്ങളും പൂരക്കാഴ്ചകളുടെ നിറവായി. കണ്ണിയമ്പുറം കിള്ളിക്കാവിൽ പൂതൻ തിറകളുടെ കാവുതൊഴലോടെ പൂരക്കാഴ്ചകൾ ഉണർന്നു. ക്ഷേത്രനടയിലെ പറവെപ്പിനു ശേഷം പറക്കോട്ടുമനയിലേക്ക് എഴുന്നള്ളിപ്പുണ്ടായി. വൈകിട്ട് 4ഓടെ എഴുന്നള്ളിപ്പ് കാവിലെത്തി. പിറകെ തട്ടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും ക്ഷേത്ര സന്നിധിയിലെത്തി. മനശ്ശേരി കിള്ളിക്കാവിൽ രാവിലെ 6:30 പൂതൻ തിറ കളിയോടെ പൂരാഘോഷം തുടങ്ങി. തുടർന്ന് സോപാന സംഗീതം, പഞ്ചവാദ്യം, തായമ്പക എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 2:30ഓടെ ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് മേളത്തിന്റെ അകമ്പടിയിലാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത്.
പുലാച്ചിത്ര കിള്ളിക്കാവിൽ രാവിലെ 6:30-ക്കാണ് അനുഷ്ഠാന കലാരൂപങ്ങളായ പൂതൻതിറകളുടെ കാവുതീണ്ടൽ നടന്നത്. തുടർന്ന് സോപാന സംഗീതം, പഞ്ചാരിമേളം എന്നിവ നടന്നു. വൈകിട്ട് 4 മുതൽ ഊഴമനുസരിച്ച് വിവിധ വേലകൾ ക്ഷേത്രാങ്കണത്തിലെത്തി. കണ്ണിയമ്പുറം, മനശ്ശേരി, പുലാച്ചിത്ര കിള്ളിക്കാവുകളിൽ നടന്ന പൂരാഘോഷത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വള്ളുവനാടൻ പൂരക്കാഴ്ചകളുടെ നേർസാക്ഷ്യമാണ് കിള്ളിക്കാവുകളിലെ മഹാപൂരം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാലിന്യ കൂമ്പാരമായി മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ നഗരിപ്പുറം പത്തിരിപ്പാല ബൈപ്പാസ് കനാൽ. മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് കാലമെത്തിയതോടെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധയില്ലായ്മയാണ് മാലിന്യം കുന്നുകൂടുന്നതിനുള്ള പ്രധാന കാരണമെന്നുള്ള ആക്ഷേപവുമുണ്ട്. മുൻപ് മങ്കര, ചാത്തിക്കടായി, മങ്കര, ചവിറ്റിലത്തോട് എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു മാലിന്യം ഉപേക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ മങ്കര പഞ്ചായത്ത് വലിയ പിഴയടക്കം നൽകി കർശന നടപടിയെടുത്തതോടെ നിലവിൽ നഗരിപ്പുറം പത്തിരിപ്പാല ബൈപ്പാസ് കനാലിലാണ് മാലിന്യം വ്യാപകമായി തള്ളുന്നത്. 1/2 കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാലിൽ ലോഡ് കണക്കെയാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ഹോട്ടലിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഏറെ. പലചരക്ക്, പച്ചക്കറി, വീടുകളിൽ നിന്നുള്ള മാലിന്യം ചാക്കുകെട്ടുകളിലാക്കിയാണ് ഇവയെല്ലാം ഉപേക്ഷിക്കുന്നത്. യാത്രക്കാരും പരിസരവാസികളും ദുർഗന്ധം മൂലം ദുരിതത്തിലാണ്. അധികൃതർ തിരഞ്ഞെടുപ്പിന്റെ പിറകിലായതിനാൽ നടപടിയെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയിലും കൂടിയാണ്. കനാലിൽ വെള്ളം എത്തിയാൽ ഇവ കുത്തിയൊലിച്ച് നെൽപ്പാടങ്ങളിലാണ് എത്തിപ്പെടുക. പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്തെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതെല്ലാം കടലാസിലൊതുങ്ങുന്ന അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതിന് താഴത്ത് ഏകദേശം ടൺ കണക്കിന് വേസ്റ്റാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചാത്തിക്കഴായി, അതുപോലെ പത്തിരിപ്പാല ഭാഗങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്രതിഷേധിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ ഈ സാധനം ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ ഇല്ലാതായ അവസ്ഥയിൽ ഇവിടെ കുന്നുകൂട്ടിക്കൊണ്ടിരുന്ന അവസ്ഥയിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നല്ലൊരു ശതമാനം ആളുകൾ, ജനങ്ങൾ ഈ വഴിക്ക് നടന്നു പോകുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് രാത്രിയോ പകലൊന്നും പോകാതെ താമസിക്കാനോ ഭയങ്കര ദുർഗന്ധമാണ്. ഇനി 2 മാസം കഴിഞ്ഞാൽ പിന്നെ മഴക്കാലം വരാൻ പോവുകയാണ്. ഈ കുത്തിയൊലിച്ച് പോകുന്നത് അങ്ങനെ പുഴയിലേക്കാണ്. അങ്ങനെ പുഴയും കൂടി മാലിന്യമാകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ ഇവിടെ CCTV വെച്ചിട്ട് ഇതില്ലാതാക്കണം. കനാലിലെ മാലിന്യം നീക്കം ചെയ്ത് CCTV സ്ഥാപിക്കണമെന്ന് പൊതുപ്രവർത്തകരായ സൈനുദ്ദീൻ പത്രിപ്പാല, ഷംസുദ്ദീൻ മാങ്കുറിശി, ഗിരീഷ് പാലാരി എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മങ്കര പഞ്ചായത്തിന് സമീപം വണ്ടിവേഷവുമായി പോകുന്ന വാഹനം നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് ഒരാൾക്ക് പരിക്ക്. അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സംസ്ഥാന പാതയിൽ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു. അപകടത്തിൽ കൊല്ലം സ്വദേശിക്കാണ് പരിക്കേറ്റതെന്നാണ് പ്രാഥമിക വിവരം. യാത്രാമധ്യേ ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. അപകടം നടന്ന സമയത്ത് സമീപത്ത് ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നെങ്കിലും വൻ ദുരന്തം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ കേച്ചേരിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കൊട്ടിക്കലാശം കഴിഞ്ഞു മടങ്ങവേ കോൺഗ്രസ് പ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. മുഴുവഞ്ചേരി സ്വദേശി 53 വയസ്സുള്ള ജയനാണ് മരിച്ചത്. കുഴഞ്ഞു വീണ ജയനെ സഹപ്രവർത്തകർ കേച്ചേരി ആക്സ് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 4 ദിവസം മുമ്പ് കാണാതായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി 1-ാം മൈലിനു സമീപം ഒറവൻപാടത്ത് വീട്ടിൽ 64-കാരൻ ശശി എന്ന മാനുക്കുട്ടനെയാണ് തൃശൂർ ജില്ലയിലെ പെരിങ്ങാവ് ജംഗ്ഷനിൽ ചൊവ്വാഴ്ച മരിച്ച നിലയിൽ വിയ്യൂർ പോലീസ് കണ്ടെത്തിയത്. ദേശമംഗലം കുട്ടിപ്പാറയിലുള്ള വീട്ടിൽ നിന്നാണ് ഞായറാഴ്ച മുതൽ ശശിയെ കാണാതെയായത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കണ്ടെത്താനായിരുന്നില്ല. വിയ്യൂർ പോലീസ് മരിച്ച ശശിയുടെ ചിത്രം വെച്ച് സമൂഹമാധ്യമങ്ങളിൽ പരസ്യം ചെയ്തതോടെയാണ് ബന്ധുക്കൾ ഈ വിവരം അറിയുകയും ബുധനാഴ്ച സ്റ്റേഷനിലെത്തി ആളെ തിരിച്ചറിയുകയുമായിരുന്നു. വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു മരിച്ച ശശി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും.
ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് നാടൊരുങ്ങി. പിന്നിട്ടത് നിശബ്ദ പ്രചരണത്തിന്റെ പകൽ. രാവിലെ 6-ന് മോക്ക് പോളിന് ശേഷം വോട്ടെടുപ്പ് തുടങ്ങും. വിധിയെഴുത്ത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. ഭാരതപ്പുഴ വറ്റിയതോടെ പമ്പിംഗ് പ്രതിസന്ധി മൂലം താളം തെറ്റി കുടിവെള്ള പദ്ധതികൾ. ഷൊർണൂർ തടയണയിൽ ജലലഭ്യത കുറഞ്ഞതോടെ നഗരസഭാ പരിധിയിലും വാണിയംകുളം പഞ്ചായത്തിലും ജലവിതരണത്തിൽ നിയന്ത്രണം. പറമ്പിക്കുളം ആളിയാർ ഡാമുകളിൽ നിന്ന് വെള്ളമെത്തിയതോടെ ഞാവളിൻ കടവിൽ നിന്നുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. ഭാരതപ്പുഴയിലെ മറ്റ് തടയണകളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നത് ആശങ്കയാകുന്നു. പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വേനൽ മഴ അനിവാര്യം. മദ്യനയത്തിൽ വെള്ളം ചേർത്ത സംസ്ഥാന സർക്കാരിനെതിരെ തിരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്ന് മദ്യനിരോധന സമിതി. കേരളത്തെ മദ്യശാലയാക്കുന്ന നയത്തിനെതിരെ വലിയ ജനരോഷമുണ്ടാകും. പാലക്കാട്ട് മദ്യനിരോധന സമിതി പ്രവർത്തക യോഗം. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമം. പൂരത്തിനിടെ വിദേശ വനിതയെ പാലക്കാട് സ്വദേശി ചുംബിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യം പുറത്തുവന്നു. ദുരനുഭവമുണ്ടായത് ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമെന്ന് വീഡിയോ ചെയ്ത വ്ളോഗർക്ക്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പത്തിരിപ്പാല മേഖലയിലെ കനാലുകളിൽ മാലിന്യം കുന്നുകൂടുന്നു. മാലിന്യത്തൊട്ടിയായി നഗരപ്പുറം ബൈപ്പാസ് കനാൽ. അധികൃതരുടെ അശ്രദ്ധ മലിനീകരണം രൂക്ഷമാക്കാൻ കാരണമായെന്ന് പരാതി. കിള്ളിക്കാവുകളിൽ വർണ്ണപ്പൂരം. കണ്ണിനും കാതിനും ഇമ്പം പകർന്ന് ഉത്സവ പകൽ. കണ്ണിയംപുറം മനശ്ശേരി പുലാച്ചിത്ര കിള്ളിക്കാവുകളിലെ പൂരാഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.